പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂലൈ മാസം 6-ാം തീയതി ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. രോഗങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളെ കൂട്ടായിട്ടിരുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ ആമേൻ. രാത്രിയിലെ ഭയത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. അനാവശ്യമായ ആമേൻ ആമേൻ ദുഷ്ട സ്വപ്നങ്ങളിൽ നമ്മളെ വിടുവിച്ചു. ആമേൻ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രാത്രിയിൽ നമ്മളെ സംരക്ഷിച്ചു. അങ്ങനെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ച് നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എഴുന്നേറ്റത് എന്ന് ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തി പറഞ്ഞാട്ട് കർത്താവിൻ്റെ കൃപയാൽ എന്നെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ കർത്താവ് ജയത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൈപിടിച്ച് നടത്തുന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ആമേൻ ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഇന്നത്തെ പകൽക്കാലം നമ്മളെ കാത്തുപരിപാലിക്കുന്നു. കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, വിശ്വസ്തനാകുന്നു, മാറാത്തവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 106-ാം സങ്കീർത്തനം പറഞ്ഞ് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും? കർത്താവിൻ്റെ സ്തുതിയെ ഒക്കെയും ആർ വിവരിക്കും? അതിന് 47-ാം വാക്യം പറഞ്ഞ ദൈവം, ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും കർത്താവിൻ്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതിക്കിടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ആ രക്തത്താൽ നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. കൃപയാൽ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുശബ്ദം കേൾക്കുവാൻ, തിരുസാന്നിധ്യം അനുഭവിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ വലിയ സമാധാനം തന്നെ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. മനസ്സിന് ഭയങ്കര അസ്വസ്ഥത വന്ന് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ, ആമേൻ, കഴിഞ്ഞ രാത്രികളിലൊക്കെ ഉറക്കമില്ലാതെ, ആമേൻ, മനസ്സിൻ്റെ സമാധാനക്കേട് കാരണം, അസ്വസ്ഥത കാരണം, ഭാവിയെക്കുറിച്ചുള്ള ആകുലത കാരണം പോയ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതിരുന്നവർ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ, സമാധാനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. കർത്താവിൻ്റെ ആ കരങ്ങളിൽ സുരക്ഷിതരാണെന്നുള്ള വലിയ ബോധ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചാട്ടെ. ഇന്നു മുതൽ ഇവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ഭാരങ്ങൾ, സകല ഭീതികൾ, ആമേൻ, സകല ആകുലതകൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴുകിപ്പോകട്ടെ. സ്വസ്ഥരായി തീരട്ടെ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ ആമേൻ. സാഹചര്യങ്ങളൊന്നുമില്ല, ആമേൻ ആമേൻ, ഈ ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആമേൻ ആമേൻ. വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പ്രഭാതത്തിൽ രാത്രിയുടെ 4-ാം യാമത്തിൽ വെള്ളത്തിന്മേൽ നടന്നു വന്നവനായ ഞങ്ങളുടെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ 4-ാം യാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം, ആമേൻ, ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ വഴികളെല്ലാം അടഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ 4-ാം യാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വാതിലുകൾ തുറന്നു വരട്ടെ, ചില വഴികൾ ഓപ്പൺ ആകട്ടെ.
ചില വഴികൾ ഓപ്പണാകട്ടെ, ചില വഴികൾ ഓപ്പണാകട്ടെ. അത്ഭുതം 4-ാം യാമത്തിൽ മിറക്കിൾ തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കർത്താവ് സൗഖ്യമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ പനിയുടെ അസ്വസ്ഥതകൾ, ചുമയുടെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരികവും മാനസികവും കർത്താവ് ബലപ്പെടുത്തണം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് പൂർണ്ണമായിട്ട് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കർത്താവെ, സ്വർഗീയ ജ്ഞാനത്താൽ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നമുക്ക് നമ്മുടെ 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ആരും തന്നെ അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിശ്ചയമായിട്ടും പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനം 60 നമുക്ക് 130-ാം സങ്കീർത്തനം ആദ്യം വായിക്കാം. 130-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ ഇരിക്കുന്ന വാച്ച്മാൻമാർ, അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നവർ, അവരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഉഷസ് ഉണ്ടാകണമെന്ന്. അപ്പം പരിശുദ്ധന്മാരോട് പറയുക, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം ഈ കർത്താവിനായി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം കർത്താവിനോട് എത്രമാത്രമാണ്. നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? സങ്കീർത്തനം 63-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നു, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അധികാരത്തിൽ ഞാൻ അങ്ങേ അന്വേഷിക്കും. ദാവീദ് മരുഭൂമിയിലിരിക്കുന്ന കാലത്ത് എഴുതുക, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് വെള്ളത്തിനായില്ല, എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഒരു വിടുതലിനേക്കാൾ അധികമായി, ഒരാശ്വാസത്തേക്കാൾ അധികമായി, ഒരനുഗ്രഹത്തേക്കാൾ അധികമായി എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഈ മരുഭൂമിയിൽ ഇരുന്നുകൊണ്ട് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെയാണ് അന്വേഷിക്കുന്നത്, അങ്ങയെയാണ് എനിക്ക് കാണേണ്ടത്, അങ്ങയുടെ ഹൃദയമാണ് എനിക്ക് അറിയേണ്ടത്, അങ്ങേയ്ക്കായി ഞാൻ ദാഹിക്കുന്നു. അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവത്തെ അറിയുവാനും കർത്താവിനോട് ചേർന്നിരിപ്പാനും കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വാഞ്ചയുണ്ടാകണം. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ നമുക്കെല്ലാം കർത്താവിൽ നിന്നും ഇന്നത്, കർത്താവ് എനിക്ക് എന്നാ തരും, കർത്താവ് എന്നെ സൗഖ്യമാക്കുമോ, കർത്താവ് എന്നെ വിടുവിക്കുമോ, കർത്താവ് എന്നെ ഉയർത്തുമോ, കർത്താവെ എനിക്ക് ഇന്നത് തരാമോ, കർത്താവെ എനിക്ക് ഇന്നത് തരാമോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കർത്താവിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്താ എന്ന് ചോദിച്ചാൽ, ചിലർ പറയും എനിക്ക് നല്ലൊരു ജോലിയാണ് ഞാൻ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചിലർ പറയും എനിക്ക് കുറച്ച് സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും നല്ല മാർഗ്ഗമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദാവീദ് ആഗ്രഹിച്ച് കണ്ടോ? അവൻ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ആഗ്രഹിക്കുക, പ്രയാസങ്ങളുടെ നടുവിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുക, അധികാരത്തിൽ ഞാൻ അങ്ങേ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്ക് വേണ്ടത് അങ്ങയാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശമാണെങ്കിലും എനിക്ക് ആഗ്രഹം അങ്ങേ കാണണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം, അങ്ങയുടെ കൂടെ നടക്കണം, അങ്ങിൽ നിന്ന് പ്രാപിക്കണം. ഓ താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളോട് കർത്താവ് ചോദിക്കുക, മക്കളെ, നിങ്ങളുടെ ആഗ്രഹം എന്തുവാ? നമ്മുടെ ആഗ്രഹം എന്താ? നമ്മൾ പറയുക, അങ്ങയെ കാണണമെന്നുള്ളൊരാഗ്രഹം, യേശുവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധമുണ്ടാകണമെന്നുള്ള ആഗ്രഹം, യേശുവിനെ അനുസരിച്ച് ജീവിക്കണം, യേശുവിന് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച് ജീവിക്കണം. അതായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹം. യെരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അല്ലാതെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, എനിക്കിന്ന കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ കർത്താവിനെ അന്വേഷിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ഒരു വിഷയം വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഒരു വിഷയം വരുമ്പോൾ പിന്നെ ആ ചർച്ചിലെല്ലാം മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കും, ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര കാര്യങ്ങൾ. ഒരു വിഷയമില്ലെങ്കിലോ ഒരു പ്രാർത്ഥനയുമില്ല, ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള അനുഭവമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ അനുഭവം വ്യത്യസ്തമായിരിക്കണം. കർത്താവിനോടുള്ള സ്നേഹം കാര്യസാധ്യത്തിന് വേണ്ടിയോ ഈ ലോകത്തിലെ എന്തെങ്കിലും നേടുവാൻ വേണ്ടിയോ ഉള്ള ഒരു സ്നേഹമാകാതെ
ദാവീദ് പറഞ്ഞതുപോലെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ വെള്ളമല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ അങ്ങയെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം മൊത്തം കർത്താവിലാകട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് നടത്തി തരും. ഹല്ലേലൂയ, സ്തോത്രം. അതല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ, അവനുമായിട്ടുള്ള ഏറ്റവും വലിയ ആഴമേറിയ ബന്ധത്തിലെത്തുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടാകും. ജെന്യൂനായിട്ട് കർത്താവിനെ കാണണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം, എന്നെ രക്ഷിച്ചവൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ എന്ന വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. അപ്പം ഈ ദാവീദിൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം ദാവീദിൻ്റെ ഡിസയറായിരുന്നു. ദാവീദിന് കർത്താവുമായിട്ടുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. കർത്താവിനോട് അടുത്ത് നിൽക്കണം, കർത്താവിൽ നിന്ന് പ്രാപിക്കണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം, കർത്താവിനെ അറിയണം. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ, ഈ ദിവസങ്ങളിൽ നമുക്ക് അസാധാരണക്കാരായി തീരാൻ കഴിയും. നമ്മളെല്ലാവരും ഭൂരിഭാഗം ആളുകളും കർത്താവ് എനിക്ക് എന്നാ തരും, കർത്താവ് എനിക്ക് എന്നാ തരും എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. വെയിറ്റ്, കർത്താവിൽ നിന്ന് എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കണം, വിശ്വാസത്തിൽ എനിക്ക് യേശുവിനോട് ചേർന്ന് നിൽക്കണം. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പിതാവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അങ്ങയോടുള്ള ആഗ്രഹം, അങ്ങയോടുള്ള ദാഹം ഞങ്ങളെ വർദ്ധിക്കട്ടെ. അങ്ങയോടുള്ള ദാഹം ഞങ്ങളെ വർദ്ധിക്കട്ടെ. അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളെ വർദ്ധിക്കട്ടെ. അങ്ങുമായിട്ടുള്ള അടുപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യണം, തിരുരക്തത്താൽ മറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആ ദാഹം കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അറിയുവാൻ ദാഹമുണ്ടാകണം. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നാം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.